അങ്ങനെ നമ്മൾ ഹയസ്റ്റ് പോയിന്റ് ഓഫ് യുഎയിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങുകയാണ്. കുറച്ച് ലേറ്റായിപ്പോയി, രാവിലെ വന്നായിരുന്നു, കിടന്നുറങ്ങിപ്പോയി. ഇനി അപ്പം വേറെ കുറേ ടീംസ് ഉണ്ട്, അവർ പാക്കേജായിട്ട് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വഴിയൊന്നും നമുക്കറിയാത്തതുണ്ട്, അവരോട് കൂടെ ഒന്ന് പോവാം നൈസിൽ. നല്ല പച്ചപ്പുമായിട്ട് ഇതൊരു വില്ലേജാണ്. ഇങ്ങനെ 1-2 വില്ലേജിൽ കൂടെയാണ് നമ്മളിന്ന് പോകുന്നത് ട്രക്കിങ്ങിനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ട്രക്കിങ്ങിൽ നമ്മൾ ആദ്യം ഒരു ഹിഡൻ ഒയാസിസിലെത്തും, ഒരു പച്ചപ്പൊക്കെയുള്ള സ്ഥലത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു വലിയൊരു മലയുണ്ട്, അത് കയറിയിട്ട് അവിടെ ഒരു വില്ലേജ് ഉണ്ട്, അതുകൊണ്ട് വിസിറ്റ് ചെയ്യും. അതാണ് ഇന്നത്തെ ട്രക്കിങ്ങിൻ്റെ നമ്മുടെ ഉദ്ദേശം. ഇതാണ് ജബൽ ജയ്സിലേക്കുള്ള മറ്റേ ഒരു ഹെയർ പിന്നും ആ ഒരു വ്യൂ ആണ്. നമ്മൾ ആ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ കൂടെ വന്നവരൊക്കെ എവിടെയോ എത്തിയെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. സത്യത്തിൽ അതാണ് വേണ്ടത്. നമ്മളെ ഡെസ്റ്റിനേഷൻ അല്ല, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്ര പെട്ടെന്ന് എത്തുമെന്നല്ല, നമ്മളെ വേ എൻജോയ് ചെയ്യുക. നമ്മൾ പോകുന്ന വഴിയിലും അവിടെ മാക്സിമം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. അല്ലാതെ തന്നെ ഓടിപ്പിടിച്ച് അവിടെ ചെന്നിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാക്സിമം ആ വേ എൻജോയ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. ഇതൊക്കെ ഓരോ മാർക്കിംഗ് ആണ്. ഇത് നോക്കിയാൽ പോയി കഴിഞ്ഞാൽ വഴി തെറ്റില്ല. താഴോട്ട് നോക്കാൻ തന്നെ പേടിയാവുന്നു. എന്താ ആഴം എന്ന് നോക്കിയാൽ കയ്യാല തെറ്റിക്കഴിഞ്ഞാൽ ഒരു പോക്കങ്ങ് പോകും. ഇവനെന്താ ഇവിടെ കല്ലെടുത്ത് വെച്ച് കളിക്കുന്നേ? ഓടോ തിരിച്ചു പോയാലോ? എന്തായാലും വന്നല്ലേ, കേറിട്ട് പോവാം. എന്തായാലും വല്ലാത്തൊരു കയറ്റമായിരിക്കും. ഈ പാതയിൽ വരെ ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആ വഴി ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും വഴി നോക്കി നടക്കുക. ഇത് മുകളിൽ നിന്നുള്ള മലവെള്ളം ആ കുത്തിനെ ഒഴുകുന്നത് തടസ്സപ്പെടുത്താനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ സ്റ്റെപ്പായി വെള്ളം ഒന്ന് താഴെ വന്ന് കിടക്കും. വിണ്ട് കീറിയ മണ്ണ്, അവിടെ ഒരു മരം, അതൊക്കെ എന്താ ഫ്രെയിമല്ലേ. നമ്മൾ ആദ്യം ഇനിഷ്യലി ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് സ്റ്റീപ്പായിട്ട് ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ശരി നമ്മളെ ഇത് പറ്റില്ല, ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ചിലപ്പോൾ തിരിച്ചു പോകാനൊക്കെ തോന്നും. പക്ഷേ ആ ഒരു കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മലയുടെ സൈഡ് പിടിച്ച് നമ്മളിങ്ങനെ വരും, പിന്നെ കുറച്ച് ഇറക്കും, പിന്നെ ഇതുപോലത്തെ വളരെ മനോഹരമായ പ്രദേശം ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ട്രക്ക് ചെയ്യുന്നത്.
ചെയ്യുന്നത്. ഈ കാണുന്നൊരു ഗുഹയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കയറി നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമുക്ക് മാർക്കിംഗ് ഉണ്ടാവും. ഈ മാർക്കിങ് നോക്കി നോക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും വഴി ഇവിടെ തീർന്ന് കൊണ്ടുവന്ന വഴി എന്നൊക്കെ വിചാരിക്കും. ഇപ്പോഴും മാർക്കിങ്ങിൽ ശ്രദ്ധിക്കുക. അതുപോലെ പല കളറിലെ മാർക്കിങ് പലയിടത്തും കാണാം. അതാ മാർക്കിംഗ് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ മാർക്കിംഗ് നോക്കി കിടക്കാൻ വേണ്ടി കണ്ടുപിടിച്ച്. എനിക്ക് കണ്ടപ്പം ജയ്പൂരിലെ ഹവാമഹൽ പോലെ തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയോ? അങ്ങനെ നമ്മൾ അവസാനം 4 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മുടെ ഹിഡൻ ഒയാസിസിലെത്തി. കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ആ വലിയ മലയാണ് കയറേണ്ടത്. ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ആടും ഈ ഒരു പച്ചപ്പൊക്കെ തന്നെയാണ്. കുറേ നല്ല ഭംഗിയുള്ള ആടുകൾ. അതിനിടയ്ക്ക് എൻ്റെ കണ്ണെന്ന് മാറിയപ്പോൾ ഈ ഒരുത്തന്നെ ആടിനെ ട്യൂൺ ചെയ്യുന്നു. എന്താ അല്ലേ? നമ്മളിങ്ങനെ ഇങ്ങനത്തെ നമ്മളെ വില്ലേജിലെത്തി. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടോ കയറി പോകണം. വഴി അറിയില്ല. നമുക്ക് ചോദിച്ചു പോകാം വഴി. നമ്മളിങ്ങനെ വഴിതെറ്റി നിന്നപ്പോഴത്തേക്കാണ് നമ്മളൊരു വായിനെ കണ്ടത്. വായി നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ സീതയെ ഇങ്ങനെ ജായയെ ഇങ്ങനെ ടോപ്പിൽ പോകാം എന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റിൽ നമ്മളെ ഈ ഹൈയസ്റ്റ് പോയിന്റിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങനെ കല്ല് പാകിയ സ്ഥലത്തോടെ ഇങ്ങനെ വരിക. ഇങ്ങനെ മാർക്കിംഗ് ഉണ്ടാവും. ഇങ്ങനെ മാർക്കിംഗ് നോക്കി ഇതാ ആ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് കയറി ആ ടോപ്പിലെത്തേണ്ടത്. ഈ ട്രക്കിങ്ങിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഈ താഴത്തെ ഹിഡൻ ഓയേസിസിനെ ആ മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് നോക്കി കാണുക. ഈ ഒരു 360 വ്യൂ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എപ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരെയെങ്കിലും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഈ ഒരു 360 വ്യൂ എന്തായാലും നോക്കണം. ഒരിക്കലും ഒന്ന് മിസ്സാക്കരുത്, അല്ലെങ്കിൽ ഇവിടെ വരെ വന്നത് വെറുതെ ആയിപ്പോവും. സമയം 11 മണി, നമ്മൾ 6:30 നടക്കുന്നത്. പിന്നെ നമ്മൾ വഴിക്ക് ഫോട്ടോ എടുത്തും പതുക്കെ ഇരുന്നൊക്കെ ആ വഴിയൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് പതുക്കെ വന്നത്. പക്ഷെ ഇപ്പം ഏകദേശം നല്ല ചൂടായി തുടങ്ങി, നല്ല ടയേർഡാവുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ കയറിയാൽ മതി എന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു മല കയറി അത് വർത്താണ് കേട്ടോ. നമ്മൾ വില്ലേജിൻ്റെയൊക്കെ ഒരു വ്യൂ, നല്ല ഒരു ഹൈ പോയിൻ്റ് ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഭംഗി കിട്ടും. അപ്പോൾ നിങ്ങൾ വില്ലേജിൽ വരുന്നത് എന്തായാലും കുറച്ചെങ്കിലും ഈ ഒരു മല കയറണം, എങ്കിൽ നമുക്ക് വർത്താവുള്ളൂ. ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ എന്തായാലും കുറച്ചെങ്കിലും കയറണം. പറ്റുമെങ്കിൽ ടോപ്പിൽ തന്നെ എത്തുക. ഉയരം കൂടുന്തോറും ഭംഗി കൂടും. അങ്ങനെ വന്നു നമ്മൾ അവസാനം നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ടോപ്പിലുള്ള വില്ലേജ്. ഇനി നമുക്കങ്ങോട്ട് പോയി നോക്കാം. വീട്ടിലെങ്ങാണ് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എങ്ങനെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. കയറിയ മല കുറച്ച് കഷ്ടപ്പെട്ടാണ് കയറിയത്. അതൊക്കെ വർത്താണ്. നല്ല വളരെ മനോഹരമായ 360 വ്യൂ. ഈ ഒരു വ്യൂ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മൾ കയറണം, ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾ ഇവിടെ ഈ വില്ലേജിൽ വരുന്നവർ എന്തായാലും ആ മല കയറിയിട്ട് കൂടുതൽ വരണം. ഏറ്റവും അത്യാവശ്യമായി കിടക്കുന്ന വെച്ചാൽ ഒരു ബോൾ അല്ലെങ്കിൽ ബോളിട്ടില്ലെങ്കിൽ ഒരു വടിയെങ്കിലും നമ്മൾ എടുക്കണം. കാരണം നമ്മുടെ മുട്ടിന് സ്ട്രൈൻ, പ്രത്യേകിച്ചും എന്നെ പോലെയൊക്കെ ഓബിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മുട്ടിന് സ്ട്രൈൻ ഇടത്തെ കയറുമ്പോഴല്ല, ഇറങ്ങുമ്പോഴാണ് കൂടുതൽ പണി കിട്ടുന്നത്. മുട്ടിലേക്ക് ഇതൊരു ബോൾ എന്തായാലും നിർബന്ധമായിട്ടും ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്നൊരു വടിയെങ്കിലും ഒപ്പിക്കുക. നമ്മളെ ട്രക്കിങ് വളരെ വിജയകരമായി പൂർത്തിയാക്കി ഞങ്ങൾ മടങ്ങുകയാണ്.